നൂറനാട് ഉളവുക്കാട് 2014 നമ്പർ SNDP ശ്രീനാരായണപുരം ശാഖായോഗത്തിൽ ഉത്സവത്തിനും ഗുരുഗീതായജ്ഞത്തിനും തുടക്കമായി. 4 ദിവസങ്ങളിലായാണ് ചടങ്ങുകൾ നടക്കുന്നത്. 27-ന് സമാപിക്കും. ദിലീപ് വാസവനാണ് യജ്ഞാചാര്യൻ. ഉളവുക്കാട് 2014 നമ്പർ SNDP ശ്രീനാരായണപുരം ശാഖായോഗത്തിൽ ഉത്സവത്തിനും ഗുരുഗീതയജ്ഞത്തിനും തുടക്കമായി. 4 ദിവസങ്ങളായി നടക്കുന്ന ചടങ്ങുകൾ 27-ന് സമാപിക്കും. ദിലീപ് വാസവനാണ് യജ്ഞാചാര്യൻ. പഞ്ചശുദ്ധ കലശത്തിനും വിഗ്രഹ പ്രതിഷ്ഠയ്ക്കും ശേഷം ക്ഷേത്രതന്ത്രി മെഴുവേലി വാസുദേവ ചൈതന്യ, സഹതന്ത്രി വിനോദ് എന്നിവരുടെ കാർമ്മികത്വത്തിൽ കൊടിയേറ്റ് നടന്നു. പന്തളം യൂണിയൻ ചെയർമാൻ അഡ്വക്കേറ്റ് സിനിൽ മുണ്ടപ്പള്ളി സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. കൊറോണ കാലത്ത് നമുക്ക് ശുചിത്വം വേണമെന്ന് പറഞ്ഞു. എത്രയോ വർഷങ്ങൾക്ക് മുൻപ് ഗുരുദേവൻ പറഞ്ഞതാണ്, ശുചിത്വബോധം, ശുചിത്വം വേണം, ആരോഗ്യ സമൂഹം സൃഷ്ടിപ്പെടുത്തുവാൻ ശുചിത്വം വേണം. അപ്പൊ വിദ്യാഭ്യാസം, ആരോഗ്യം, ലഹരി, ഇതിന്റെയൊക്കെ വ്യാപനത്തെ സംബന്ധിച്ചും ഇതിന്റെയൊക്കെ പ്രവർത്തനത്തെ സംബന്ധിച്ചും പോയ നൂറ്റാണ്ടിൽ 123 വർഷം മുമ്പ് ശ്രീനാരായണ ഗുരുദേവൻ ഈ സമൂഹത്തിന് മുമ്പാകെ പറഞ്ഞു എന്നത് ഏറെ അഭിമാനത്തോടെ നമുക്ക് ഓർക്കേണ്ട കാര്യങ്ങളാണ്. ശാഖാ പ്രസിഡന്റ് കെ ഗോപിനാഥൻ അധ്യക്ഷത വഹിച്ചു. ആൾക്കാരുടെ എണ്ണം കുറയുകയാണ്. ഇത് കഴിയുമ്പോൾ ശ്രീനാരായണ ദർശനങ്ങളെ കുറിച്ച് ചങ്ങനാശ്ശേരി SNDP യൂണിയൻ സെക്രട്ടറിയുടെ പ്രഭാഷണം അടക്കമുണ്ട്. അവരൊക്കെ ഇവിടേക്ക് കടന്നു വരുമ്പോൾ അത് കേൾക്കുവാൻ കുറേയേറെ ആളുകളും ഇല്ലെങ്കിൽ അവരൊക്കെ കേരളത്തിന്റെ പല ദിക്കിലും മൂലയിലും ഒക്കെ പോയി ഇത്തരത്തിൽ ശ്രീനാരായണ ധർമ്മ പ്രഭാഷണം നടത്തിയിട്ട് വരുമ്പോൾ കേരളത്തിൽ ഏറ്റവും നന്നായി പ്രവർത്തിക്കുന്ന പന്തളം SNDP യൂണിയനിലെ ഇളവക്കാട് ശാഖയിൽ പോയപ്പോൾ 4, 3, 7 പേരായിരുന്നു ആ ക്ലാസ് കേൾക്കാനെന്ന് പറഞ്ഞാൽ എനിക്കും നിങ്ങൾക്കും ഒക്കെ വല്ലാതെ വിഷമമുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അപ്പൊ അത് നമ്മൾ മാറ്റിയെടുക്കണം. യൂണിയൻ കൗൺസിലർമാരായ ഉദയൻ പാറ്റൂർ, സുരേഷ് മുടിയൂർക്കോണം, S ആദർശ്, ഗ്രാമപഞ്ചായത്ത് അംഗം S മഞ്ജു, ശാഖാ സെക്രട്ടറി B സുധാകരൻ, വൈസ് പ്രസിഡന്റ് R സന്തോഷ്, ബിനു, സുഭാഷ്, K ശ്രീധരൻ, N ചന്ദ്രൻ, ശിവപ്രഭ സുഭാഷ്, ലിജിന അനിരുദ്ധൻ എന്നിവർ പങ്കെടുത്തു. യജ്ഞ ദിവസങ്ങളിൽ മഹാഗണപതി ഹോമം, ഗുരുഗീത പാരായണം, പ്രസാദകൂട്ട്, സമൂഹ പ്രാർത്ഥന, ലളിതാ സഹസ്രനാമജപം എന്നിവ നടക്കും. ന്യൂസ് ബ്യൂറോ, ചാരുമൂട്.